ട്രംപ് ഭരണകൂടം H-1B വിസ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. H-1B വിസയിൽ ഒരു തൊഴിലാളിയെ നിയമിക്കാൻ കമ്പനികൾ ഇനി $1,00,000 ഒറ്റത്തവണ ഫീസ് നൽകണം. ഇത് പുതിയൊരു നിയമമാണ്. ഈ മാറ്റങ്ങൾക്ക് ഒരു പ്രധാന കാരണമുണ്ട്. അമേരിക്കൻ തൊഴിലാളികൾക്ക് H-1B വിസകൾ കാരണം ജോലി നഷ്ടപ്പെടുന്നു എന്നതാണ് ഒരു വാദം. ഈ പുതിയ സാഹചര്യത്തിൽ ഒരു റെഡിറ്റ് ഉപഭോക്താവ് ഒരു അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ H-1B വിസക്കാരോടുള്ള വെറുപ്പ് കൂട്ടുകയേ ചെയ്തിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം റെഡിറ്റിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ H-1B വിസയിലുള്ള ആളല്ല, പക്ഷേ ദൈവമേ, വെറുപ്പും വംശീയതയും കൂടിയിരിക്കുകയാണ്. ഈ വെറുപ്പ് ഭ്രാന്താണ്. H-1B ഒരിക്കലും പ്രശ്നമായിരുന്നില്ലെന്ന് ആളുകൾ മനസ്സിലാക്കണം. പ്രശ്നം ഓഫ് ഷോറിംഗ് ആയിരുന്നു. ഇപ്പോൾ ഈ പ്രഖ്യാപനം ഓഫ് ഷോറിങ്ങിനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു എന്നാണ് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത്. H-1B വിസ മാത്രമല്ല യഥാർത്ഥ പ്രശ്നമെന്നും ഈ റെഡിറ്റ് ഉപഭോക്താവ് വിശദീകരിക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിലേക്ക് ജോലികൾ മാറ്റുന്നതാണ് പ്രധാന പ്രശ്നം. ആമസോൺ, മെറ്റ പോലുള്ള വലിയ ടെക് കമ്പനികൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ജോലികൾ മാറ്റുന്നുണ്ട്. ഇത് അമേരിക്കക്കാർക്ക് ജോലി നഷ്ടപ്പെടുത്താൻ കാരണമാകുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആളുകൾക്ക് കുറ്റപ്പെടുത്താനും വെറുക്കാനും ഒരാളെ വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. മറ്റ് റെഡിറ്റ് ഉപഭോക്താക്കളും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഒരു ഉപഭോക്താവ് ഇക്കുറി ഇങ്ങനെയാണ് പറഞ്ഞത്: ഇത് യാഥാർത്ഥ്യത്തെക്കുറിച്ചല്ല, ഭയത്തെക്കുറിച്ചും ദേഷ്യത്തെക്കുറിച്ചുമാണ്. വെറുപ്പും വംശീയതയും പ്രചരിപ്പിക്കുന്നവർക്ക് സ്വന്തം ജീവിതത്തിൽ മുറിവുകളും പരിഹരിക്കാത്ത പ്രശ്നങ്ങളും അരക്ഷിതാവസ്ഥകളും നിരാശകളുമുണ്ട്. മറ്റൊരു ഉപഭോക്താവ് പറയുന്നത്: ഇതെല്ലാം ആര് ശ്രദ്ധിക്കുന്നു? ആളുകൾക്ക് കുറ്റപ്പെടുത്താനും വെറുക്കാനും ഒരാളെ വേണം. ഈ ജോലികൾ H-1B വിസക്കാർക്കോ അമേരിക്കക്കാർക്കോ കിട്ടാൻ പോകുന്നില്ല. എത്തിക്കഴിഞ്ഞു എന്നാണ്. ഒരു ഉപഭോക്താവ് പങ്കുവച്ചത്: അവർ ഓരോന്നായി ചെയ്യുമെന്ന് പറയുന്നു. അടുത്തതായി ഹയർ ആക്ട് ബിൽ വരും. ഇത് ഓഫ് ഷോറിങ്ങിനെ നികുതി ചുമത്തും. മറ്റൊരു ഉപഭോക്താവ് കൂട്ടിച്ചേർക്കുന്നത്: കോടീശ്വരന്മാർക്ക് പണം നഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഓഫ് ഷോറിങ്ങും H-1B വിസയും അമേരിക്കൻ തൊഴിലാളികളെ സഹായിക്കുന്നില്ല. അത് അവർക്ക് ദോഷം മാത്രമേ ചെയ്യൂ. അമേരിക്കൻ സർക്കാരും കമ്പനികളും അമേരിക്കൻ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്, ഇന്ത്യയിൽ നിന്നോ മറ്റ് എവിടെ നിന്നുമുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയല്ല എന്നാണ്. ഒരു ഉപഭോക്താവ് ഇങ്ങനെയും കുറിച്ചു: ഈ മാറ്റങ്ങൾ പുതിയ H-1B അപേക്ഷകളെയാണ് പ്രധാനമായും ബാധിക്കുന്നത്. നിലവിൽ രാജ്യത്തുള്ളവരെ ഇത് ബാധിക്കില്ലെന്നാണ് എൻ്റെ പരിമിതമായ അറിവ്. ഇത് വലിയ ടെക് കമ്പനികളെയും സാമ്പത്തിക സ്ഥാപനങ്ങളെയും ഇന്ത്യയിൽ കൂടുതൽ ആളുകളെ നിയമിക്കാൻ പ്രോത്സാഹിപ്പിച്ചേക്കാം. അവർ ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആളുകളെ ഇന്ത്യയിൽ നിയമിക്കുന്നുണ്ട്. ഹയർ ആക്ട് ബിൽ ഉടൻ പാസ്സാകുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ്. അമേരിക്കൻ തൊഴിലാളികളെ അലട്ടുന്ന യഥാർത്ഥ പ്രശ്നം H-1B വിസ പ്രോഗ്രാം അല്ലെന്നതാണ് യാഥാർത്ഥ്യം. ആമസോൺ, മെറ്റ പോലുള്ള വലിയ ടെക് കമ്പനികൾ തങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് മാറ്റുന്നതാണ് യഥാർത്ഥ പ്രശ്നം. ഈ കാഴ്ചപ്പാടിന് വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. വ്യക്തിഗത വിസ ഉടമകളെ ലക്ഷ്യമിടുന്നതിന് പകരം രണ്ട് സംവിധാനങ്ങളെയും ചൂഷണം ചെയ്യുന്ന അമേരിക്കൻ കമ്പനികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പല അഭിപ്രായക്കാരും സമ്മതിക്കുന്നുണ്ട്. ഈ തിരിച്ചടിക്ക് ഒരു അപകടകരമായ വഴിത്തിരിവുണ്ടായി. സംഘടിത ഓൺലൈൻ പ്രചാരണങ്ങൾ ആരംഭിച്ചു. 4chan, ടെലഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്ന തീവ്ര വലതുപക്ഷ ട്രോളുകൾ ഒരു ഏകോപിപ്പിച്ച ശ്രമം തുടങ്ങുകയായിരുന്നു. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള വിമാന ടിക്കറ്റ് ബുക്കിങ്ങുകൾ തടസ്സപ്പെടുത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ജനപ്രിയമായ ഇന്ത്യ-US വിമാനങ്ങളിൽ ടിക്കറ്റുകൾ വാങ്ങാതെ തന്നെ സീറ്റുകൾ തടഞ്ഞു വെക്കാൻ ഈ പ്രചാരണം ഉപഭോക്താക്കളെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ഇത് യഥാർത്ഥ യാത്രക്കാർക്ക് സീറ്റുകൾ ലഭിക്കുന്നത് തടഞ്ഞു. ഓസ്റ്റിൻ ആസ്ഥാനമായുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ അമൃത തമന്നം ഈ ഉപദ്രവം നേരിട്ട് അനുഭവിച്ച ഒരാളാണ്. പ്രഖ്യാപനം വന്നപ്പോൾ അവർ ഇന്ത്യയിൽ അവധിക്കാലം ആഘോഷിക്കുകയായിരുന്നു. ട്രോളുകളുടെ ഇടപെടൽ കാരണം അവർക്ക് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഡാളസിലേക്കുള്ള ടിക്കറ്റിനായി അവർ $2,000 നൽകി വേണ്ടി വന്നു. ഇത് യഥാർത്ഥ നിരക്കിന്റെ ഇരട്ടിയിലധികമായിരുന്നു. പ്രഖ്യാപനത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചുള്ള ആദ്യകാല ആശയക്കുഴപ്പം ലോകമെമ്പാടുമുള്ള H-1B ഉടമകൾക്കിടയിൽ വ്യാപകമായ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ അവ്യക്തമായ ആദ്യ പ്രഖ്യാപനം നിലവിലുള്ള വിസ ഉടമകളെ ഉടനടി ബാധിക്കുമെന്ന് പലരെയും വിശ്വസിച്ചു. ഇത് വിദേശത്ത് യാത്ര ചെയ്യുകയായിരുന്ന ജീവനക്കാരെ അടിയന്തരമായി തിരിച്ചു വിളിക്കാൻ ടെക് കമ്പനികളെ പ്രേരിപ്പിക്കുകയായിരുന്നു. 2025 സെപ്റ്റംബർ 21 ശേഷം സമർപ്പിക്കുന്ന പുതിയ അപേക്ഷകൾക്ക് മാത്രമേ ഫീസ് ബാധകമാകൂ എന്ന് സർക്കാർ ഏജൻസികൾ പിന്നീട് വ്യക്തമാക്കിയെങ്കിലും നിലവിലുള്ള H-1B ഉടമകളെയും അവരുടെ യാത്രയെയും ഇത് ബാധിക്കില്ലെന്നും അവർ പറഞ്ഞു. എന്നാൽ പലർക്കും ഇതിനകം തന്നെ വലിയ നഷ്ടം സംഭവിച്ചിരുന്നു. സ്റ്റോപ്പ് AAPI ഹേറ്റ് ശേഖരിച്ച വിവരങ്ങൾ കാണിക്കുന്നത് വിവിധ രാഷ്ട്രീയ സംഭവങ്ങൾക്ക് ശേഷം ദക്ഷിണേഷ്യൻ വിരുദ്ധ വിദ്വേഷത്തിൽ കാര്യമായ വർധനമുണ്ടായി എന്നാണ്. 2025 ജൂണിൽ മാത്രം 44,000-ലധികം ദക്ഷിണേഷ്യൻ വിരുദ്ധ അധിക്ഷേപങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിം വിരുദ്ധവും സിഖ് വിരുദ്ധവുമായ പ്രശ്നങ്ങളിലും വലിയ വർധനമുണ്ടായിട്ടുണ്ട്. ഈ ചൂടേറിയ വിവാദങ്ങൾക്കിടയിൽ H-1B തൊഴിലാളികളുടെ വലിയ സാമ്പത്തിക സംഭാവനകൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ്. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യൻ H-1B വിസ ഉടമകൾ മാത്രം US സമ്പദ്
വ്യവസ്ഥയിലേക്ക് $70 ബില്യൺ നികുതിയായി സംഭാവന ചെയ്തിട്ടുണ്ട്. $1 ബില്യൺ അതിലധികമോ മൂല്യമുള്ള US സ്റ്റാർട്ടപ്പുകളിൽ 50%-ലധികം സ്ഥാപകർ കുടിയേറ്റക്കാരാണ്. ഇവരിൽ പലരും ഇന്ത്യ വംശജരാണ്. ഈ സംഭാവനകൾ ഉണ്ടായിരുന്നിട്ടും വിദേശ തൊഴിലാളികൾ അമേരിക്കക്കാരുടെ ജോലി തട്ടിയെടുക്കുന്നു എന്ന വിശ്വാസം കാരണം പൊതുജനാഭിപ്രായം ഇപ്പോഴും നെഗറ്റീവായി തുടരുകയാണ്.